നമസ്കാരം, എല്ലാവർക്കും ASRലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് ഹണി ഷ്രെഡഡ് ചിക്കൻ ചൈനീസ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ചിക്കൻ ബ്രസ്റ്റിനെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാം ഇതുപോലെ നല്ലതുപോലെ സ്ലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ, 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, 1/2 ടീസ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് നമുക്ക് ഉണ്ടാക്കാം. അതിനായി 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 3 ക്ലോവ് ഗാർലിക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ തന്നെ കുറച്ച് ബെൽ പെപ്പർ, ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഒരു എഗ് വൈറ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തു. കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം നല്ലതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് കുക്കിങ്ങിലേക്ക് പോവാം. ഒരു പാനിലേക്ക് കുറച്ച് സെസമി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 250 ഗ്രാം ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഗാർണിഷിനായിട്ട് കുറച്ച് റോസ്റ്റഡ് സെസമി സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെസമി സീഡ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ റെസിപ്പി ചൈനീസ് ഷ്രെഡഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒറിജിനൽ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ ഐക്കോൺ കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ പുതിയ റെസിപ്പികളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.